കാലത്ത് തന്നെ മഴ സ്റ്റാർട്ടായിട്ടുണ്ട്. ഈ ഇടവപ്പാതി എന്ന് പറയുന്നത് ഇടവം പകുതിയിൽ പെയ്യുന്ന മഴയാണോ? ഏതായാലും ഇതിപ്പോൾ നേരത്തെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണോ എന്ന് പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ അത് ഞാൻ രാവിലെ എൻ്റെ പരിപാടി ആരംഭിക്കുകയാണ്. രാവിലെ പരിപ്പ് കുത്തിക്കാച്ചത് ഉണ്ടാക്കാമെന്ന് ഞാൻ കരുതി. പരിപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ സാമ്പാർ പരിപ്പില്ലേ, സാമ്പാർ പരിപ്പ്, തൂരപ്പരിപ്പ്, തുമരപ്പരിപ്പ്, പീസ് പരിപ്പ്, അങ്ങനെ എന്തൊക്കെയോ പേരുകൾ അറിയപ്പെടും. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്തൊക്കെ പേരെന്ന് പറയുന്നത് എനിക്കറിയത്തില്ല. പറഞ്ഞോളൂ കേട്ടോ, കമൻറ്റ് ബോക്സിൽ ഇട്ടോളൂ. അപ്പോൾ ഏതായാലും എന്തേ ആ പരിപ്പ് കുത്തിക്കാച്ചതാണ് ഞാനിന്ന് കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഇത് എറണാകുളം വന്നിട്ടാണ് ഞാൻ കഴിച്ചിട്ടുള്ളത്. ചോറിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ റെസിപ്പി ചോദിച്ചു മനസ്സിലാക്കിയെടുത്തു. അപ്പോൾ ഇതുണ്ടാക്കുമ്പോൾ എറണാകുളത്ത് വന്നിട്ടല്ല, എനിക്കറിയാമായിരുന്നു, എനിക്ക് വീട്ടിൽ അമ്മയൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടെന്ന് കുരിയിൽ നിന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ച് കടുക് പൊട്ടിച്ച് കുറച്ച് കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും കൂടി ഇതിനകത്തേക്ക് ഇടുന്നുണ്ട്. വെളുത്തുള്ളി ഇതിനകത്തേക്ക് ഇട്ടത് ഞാൻ കുക്കറിനകത്ത് പരിപ്പ് വേവിച്ച്, പരിപ്പും സവോളയും തക്കാളിയും പച്ചമുളകൂടെ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് കുത്തി ഉടച്ചുകൂടിയാണ് മാറ്റി വെച്ചത്. മിക്സിയിലിട്ട് ദോശമാവിൽ പോലെ അരയ്ക്കുന്നതാണ്, കരയ്ക്കേണ്ട. കുത്തി ഉടച്ചെന്ന് പറയുമ്പോൾ തന്നെ അറിയാൻ പറ്റില്ല എങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പം അത് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് വെളുത്തുള്ളി ഇടാൻ മറന്നുപോയായിരുന്നു. അപ്പം ഞാൻ എണ്ണയ്ക്കകത്തേക്ക് വെളുത്തുള്ളിയും ഇട്ട് മൂപ്പിച്ച് നമ്മുടെ കറിവേപ്പിലയും ഉണക്കമുളകും ഇടുന്നുണ്ട്. ചില ആൾക്കാർ ഇതിലേക്ക് ചതച്ച മുളക് ചേർക്കാറുണ്ട്, എനിക്കതില്ല കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ മൂത്ത് വന്നതിന് ശേഷം നമ്മുടെ ഉടച്ച് വെച്ചിരിക്കുന്ന തൂവരപ്പരിപ്പും സവോളയും തക്കാളിയും പച്ചമുളകുള്ളതും കൂടി ഇതിനകത്തേക്ക് ചേർക്കാൻ പോകണം കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് വെള്ളം ചേർത്ത് വേണം നമ്മൾ വെക്കാൻ. ഇതൊന്നും നമ്മൾ വേവിച്ച് മാറ്റി വെക്കുമ്പോൾ തണുത്ത് കഴിയുമ്പോൾ നല്ല തിക്കായി പോകും. എനിക്ക് മുമ്പൊക്കെ നല്ല തിക്കായി പോയിട്ടൊക്കെ ഉണ്ട് കേട്ടോ, ഹലുവ പോലൊക്കെ ആയി പോയിട്ടുണ്ട്. ഇപ്പോൾ ഏതായാലും ഇതൊന്ന് കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് ഞാൻ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പം ഇതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. സ്വതവേ നമ്മുടെ തോരപ്പരിപ്പിന് ചെറിയ മഞ്ഞ നിറമുണ്ട്, പക്ഷേ അതൊന്ന് കുറച്ചുകൂടെ കളറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മഞ്ഞൾ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ അതും കൂടി ഞാൻ സെറ്റാക്കി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ ഇത് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിപ്പ് കുത്തിക്കാച്ചത് റെഡി ആയിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ നാട്ടിലൊക്കെ എന്ത് പേരിലൊക്കെ ഇതൊക്കെ ചെയ്യുന്നതെന്നൊന്നും പറയപ്പെടുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. ഇങ്ങനെ തന്നെയാണോ, ഈ ഒരു റെസിപ്പിയിൽ തന്നെയാണോ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഇതിൻ്റെ ഒരു ഇൻഗ്രീഡിയൻസ് എന്നൊക്കെ പറയുന്നത് ഉണക്കമുളക് ചേർക്കുന്നതായിരിക്കും കുറച്ചുകൂടെ, അതായത് ചതച്ച മുളകില്ലേ, ക്രഷ്ഡ് ചില്ലി ചേർക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ അപ്പോൾ പരിപ്പ് കുത്തിക്കാച്ചത് റെഡി ആക്കിയിട്ടുണ്ട്, ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ചെറിയൊരു തിക്കായിക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി എന്താവും എന്നെനിക്കറിയത്തില്ല. ഏതായാലും ഒന്ന് ലൂസാക്കി വെള്ളമൊക്കെ ഒഴിച്ചിട്ടാണ് ഞാനിത് ചെയ്തുണ്ടാക്കി എടുക്കുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇത് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ പേര് ഇങ്ങനെയൊക്കെ തന്നെയാണോ, ഇതിൻ്റെ റെസിപ്പി, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഇതൊക്കെ തന്നെയാണോ എന്ന് എനിക്ക് പറയണം. എനിക്ക് ഇൻബോക്സിൽ ഇട്ട് തരണം, ഞാനത് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ അതേ പരിപ്പ് കുത്തിക്കാച്ചി റെഡിയാക്കിയിട്ടുണ്ട്. എനിക്കിത് പുട്ടിൻ്റെ കൂടെയാണ് കൂടുതലും കഴിക്കാനായിട്ട് കിട്ടിയിട്ടുള്ളത്. പുട്ടിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ നമുക്ക് കഴിക്കാൻ ഇത് നല്ല ടേസ്റ്റാണ്. ഇതിനകത്ത് കിടക്കുന്ന ഈ ഉണക്കമുളക് ഇങ്ങനെ ചോറിനകത്തേക്ക് ഈ കറിയും കൂടെ ചേർത്ത് ഞൊടിയെടുക്കുമ്പോഴല്ലോ വല്ലാത്തൊരു ടേസ്റ്റാണ് കിട്ടുന്നത്. ഇനി ഞാൻ എവിടെ എടുത്തു എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു വന്നേക്കണ്ട. ഇത് തിരുമ്മി ഉടച്ചെടുക്കാന്നൊക്കെ പറയത്തില്ല, അത് തന്നെ കേട്ടോ. കൊളോക്കിയിൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെ അങ്ങ് ആയിപ്പോയെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പരിപ്പ് കുത്തിക്കാച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ വെറുതെ പറയുന്നതാണ്, ട്രൈ ചെയ്ത് നോക്കാമെന്നൊക്കെ. നിങ്ങളെല്ലാവരും ഉണ്ടാക്കുന്നൊരു സാധനമാണ് ഇതൊക്കെ.